എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ജയൻ പുതുമനയുടെ നിർദ്ദേശപ്രകാരം ആണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ ചെയ്യുന്ന ഒരു കാമദേവ പൂജയാണ് ഇത്. അതിന് പൂക്കൾ, പലതരത്തിലുള്ള പൂക്കളും വേണം, ശേഖരിക്കണം. അത് ഒന്ന് പ്രധാനപ്പെട്ടത് നിരയമ്പൂ, പിന്നെ അതിന് പുല്ലാഞ്ഞിപ്പൂ. അത് ഈ മീനമാസത്തിലെ ആ സമയത്താണ് നിറച്ച് പൂവുണ്ടാവും. അപ്പം ആ പൂവെല്ലാം ശേഖരിക്കണം. പിന്നെ മുരിക്കും പൂവ്, മറ്റുള്ള ചെമ്പരത്തി, കൊന്നവേണ്ട മറ്റേ പൂക്കളെല്ലാം ശേഖരിച്ച് ഒരു കൊട്ടയിലാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെക്കും. കടിഞ്ഞാറ്റയിൽ പലക, കണ്ടി വെള്ളം, പിന്നെ ഇതിന് പ്രത്യേകം ചെറിയ പലകയുണ്ട് കാമദേവന് വെക്കുന്നത്. ഗണപതിക്കൊരു വിളക്ക്, കാമദേവനൊരു വിളക്ക്. പിന്നെ ഒരു നർക്കലയിൽ മലര്, വെല്ലം അല്ലെങ്കിൽ ശർക്കര, പഴം ഉണ്ടെങ്കിലും പഴം എല്ലാം കൂടി വെച്ച് ഉപസ്ഥിരിക്കുകയും ചെയ്തിട്ട് അത് വയ്ക്കുക. പിന്നെ കിണ്ടി, പിന്നെ കുറച്ച് തുളസിപ്പൂവ്, അക്ഷതം, അത് എല്ലായിട്ട് അതും വേണം. അപ്പം കിണ്ടിയിൽ തീർത്ഥമുണ്ടാക്കിയിട്ട് ഗണപതി നേദ്യം കഴിച്ചു. ആദ്യം ഗണപതി നേദ്യം, അത് കഴിഞ്ഞിട്ട് അത് വിടർത്തി കഴിഞ്ഞിട്ട് കാമദേവൻ പൂജ. കാമദേവന് നേദ്യം മലര് 9 ദിവസം ഈ പിന്നെ ദൈവം മലരെ കൊണ്ട് വെച്ച് നേദ്യമൊന്നും വേണ്ട. പിന്നെ അപ്പോൾ അത് രാവിലെ അലഞ്ഞ് ഇതാക്കി റെഡിയാക്കിയിട്ട് ചെയ്തിട്ട്, പിന്നെ ചെറിയ കുഞ്ഞൾ, ഋതുമതികളായ കുഞ്ഞളെ പറ്റില്ല, 15 വയസ്സ് പറയില്ലേ, അപ്പം അവർക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇതിങ്ങനെ അവരെല്ലാം റെഡിയാക്കി കുളിച്ച് നല്ല ചന്ദനക്കുറിയും ഇതെല്ലാം തൊട്ട് വൃത്തിയാക്കിയിട്ടാക്കിയിട്ട് ഈ ഗണപതി നേദ്യം ഇതെല്ലാം കഴിഞ്ഞാൽ അവരെ കയ്യിൽ ഈ തീർത്ഥം വെള്ളം കൊടുക്കണം. കുറച്ച് അക്ഷതും കുറച്ച് തുളസിപ്പൂവും എല്ലാം കൂടി കൊടുത്തിട്ട് കൈ ഇങ്ങനെ പിടിക്കാൻ പറയണം. 2 കൈ അടുപ്പിച്ച് പിടിച്ചിട്ട് അതിൽ ഈ പൂവ് വാരി കൊടുക്കണം. ആദ്യം ഗംഗണപതയെ നമ എന്ന് പറഞ്ഞിട്ട് ഒരു കാലിടുക. രണ്ടാമതും കൊടുക്കുക. രണ്ടാമതും കയ്യിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ തീർത്ഥം വെള്ളം എന്നിട്ട് ഗംഗണപതയെ നമ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് അങ്ങനെ 3 പ്രാവശ്യം വാരി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളവും കൊടുത്ത് കാമദേവന് അതേപോലെ കാമദേവായ നമ, തീർത്ഥം വെള്ളം കയ്യിൽ കൊടുക്കണേ. കാമദേവായ നമ എന്ന് പറഞ്ഞാൽ കാമദേവൻ്റെ അടുത്ത് ഇടുക. മറ്റേ അങ്ങനെ 3 പ്രാവശ്യം അതിവിടെ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം പൂവ് കുറച്ച് ആദ്യം നമ്മൾ ഇടണം പൂവ്. എന്നിട്ട് എല്ലാം കൂടി ഈ പൂവിന് കുറച്ച് ഈ കുട്ടിയെ കൊണ്ട് നമസ്കരിപ്പിച്ചിട്ട് നമ്മൾ നമസ്കരിച്ച്, പിന്നെ ഈ പൂവിന് കുറച്ച് പ്രസാദമായിട്ട് 2 കാമദേവൻ്റെ അടുക്കേന്നും ഗണപതിൻ്റെ അടുക്കേന്നും പ്രസാദമായിട്ട് കൊടുത്തിട്ട് അത് ആ കുട്ടി ചൂടിക്കോ. അങ്ങനെ രാവിലത്തെ പൂജ അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരം ഇതെല്ലാം ഈ വെള്ളം കൊടുക്കലുണ്ട്. ഈ കുട്ടീനെ കൊണ്ട് വെള്ളം കൊടുപ്പിച്ചിട്ട് തീർത്ഥം വെള്ളം അവിടെ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ 2-3 എന്നിട്ട് ആ പൂവെല്ലാം വാരി കഴുകി അവിടെ കൊണ്ടുവച്ച് ഇതാക്കുക. പിന്നെ പിറ്റേന്ന് രാവിലെയും ഇതേപോലെ പൂജ ചെയ്യാം. അങ്ങനെ 8 ദിവസം കഴിഞ്ഞ് 9ാമത്തെ ദിവസം ഇത് പൂരം ആയെന്ന് പൂരക്കഞ്ഞി വെക്കണം. പൂരക്കഞ്ഞി പറഞ്ഞാൽ ഉണക്കലരി വെച്ചിട്ട് ഉപ്പിടണം, നാളികേരം ചെറുകിടണം, ലേശം വെല്ലടും ചിലവർ ശർക്കര, അത് അധികം ഇട്ടുകൂടാ, കുറച്ചേ തരും പാടുള്ളൂ. അങ്ങനെ വെച്ച് അത് രണ്ടാക്കും നേദ്യം കഴിക്കാൻ ഉണ്ടാക്കണം. ആദ്യം നല്ലൊരു നേദ്യവും കഴിച്ചിട്ട് പിന്നെ ഇത് കഴിക്കാം. പിന്നെ 2 പാത്രത്തിലാക്കണം. പിന്നെ പതിക്ക് വേറെ അങ്ങനെ നേദ്യം കഴിച്ച് ഈ കുട്ടീനെ കൊണ്ട് പൂവും എല്ലാം തലേത് ചെയ്ത പോലെ എല്ലാം ചെയ്ത് നമസ്കരിപ്പിച്ചിട്ട് എന്നിട്ട് ഈ വാരി വെച്ച പൂക്കളില്ലേ, ഈ 7 ദിവസവും 8 ദിവസവും ആ പൂവ് കൊണ്ടാണ് കാമദേവനെ പൂരായെന്ന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമദേവനെ ആക്കണം.
അത് കണ്ടാൽ ഏകദേശം ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ തോന്നും, നമുക്ക് മനസ്സിലെ ഒരു ഇതല്ലേ. ഒരു കാൽക്കൂത്ത്, ആ പലക, 2 പലകയില്ലേ, ആ പലക കാക്കൂത്താണ് വെക്കേണ്ടത്. കാലും എല്ലാം കൈ ഇങ്ങനെ അരയിൽ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടാവും, നല്ലതുണ്ടാവും. ഓരോരുത്തരുടെ മനസ്സിലെ ഇതുപോലെയാണ് ആക്കുമ്പോൾ. നമ്മളടുത്ത് ഞാൻ അധികം വെക്കല്. എന്നിട്ട് പിന്നെ പൂരക്കഞ്ഞെല്ലാം രാത്രി സന്ധ്യ ആവുമ്പോൾ അട എന്ന് പറഞ്ഞാൽ ഉണക്കലേരി അരച്ചിട്ട് തേങ്ങയും നാളികേരവും കൂടിയിട്ട് ഇങ്ങനെ പാവാക്കിയിട്ട് അത് ഇത് അരച്ചത് ബ്ലായിലയിൽ, അധികം ബ്ലായിലയിലാണ് ആക്കല്. ബ്ലായിലയിൽ ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ അടുക്ക് ഇത് കുറേശ്ശെ വാരി വെക്കും, ഈ വെള്ളപ്പാവ്. എന്നിട്ട് മടക്കിയിട്ട് അത് ആവിക്ക് വേവിച്ചിട്ട് അതിനെയാണ് പൂരട എന്ന് പറയല്. പിന്നെ ചിലർ ഇലയിലും ആക്കും, ചെറിയ ഇല വാട്ടിയിട്ട് അങ്ങനെയാക്കും. അതെല്ലാം റെഡിയാക്കി നേദ്യം കഴിക്കാനും എല്ലാം വെച്ച് പോകും. അതെല്ലാം റെഡിയാക്കണം. പിന്നെ പ്ലാവിൻ്റെ ചോട്ടിൽ വൃത്തിയാക്കി, കിഴക്ക് ഭാഗത്തുള്ള പ്ലാവ് വേണം. പ്ലാവിൻ്റെ ചോട്ടിലെല്ലാം വൃത്തിയാക്കി പെഞ്ഞണ്ടി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് 2 ഓല മടല്, മറഞ്ഞ മടല്, അത് 2 റെഡിയാക്കി അത് വേണം. പിന്നെ ഈ രാവിലെ പൂരക്കഞ്ഞി ആദ്യ, വൈകുന്നേരം ഈ അട നേദ്യം കഴിച്ച് പൂവ് വാരണം. പൂവിന് വെള്ളം കൊടുത്തു എല്ലാം ചെയ്തിട്ട് ഈ കുട്ടീനെ കൊണ്ട് പൂവ് നമ്മളും സഹായിക്കണം. നമ്മളടുത്ത് ചെറിയ കുട്ടിയാണ്. എന്നിട്ട് പിന്നെ പൂവെല്ലാം വാരി കൊട്ടയിലാക്കി ഈ കുട്ടീൻ്റെ കയ്യിലും കൊടുക്കുക. നമ്മൾ കൊടി വിളക്കും, പിന്നെ എരത്തേങ്ങ, പിന്നെ ഈ വാരിയ പൂവ്, ഇതെല്ലാം കൂടി ഒന്നൂക്കിലും മണി അല്ലെങ്കിൽ ഇങ്ങനെ കൊട്ടുന്ന ഒരു ചേങ്ങളെന്നോ എന്തോ പറയും, അതും കൂട്ടിക്കൂടി കാമാ ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ കാമെന്ന് പറഞ്ഞുകൊണ്ട് ലാവിൻ്റെ ചോട്ടിൽ പോയിട്ട് എല്ലാം അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെച്ച് ഈ ഓല മടൽ ഞാൻ പറഞ്ഞില്ലേ, ഓലേൻ്റെ മടൽ അതിൽ ഇത് ചെരിയ ഈ പൂക്കളും കാമദേവന് വാരിയ ഈ പൂക്കളെല്ലാം അതിൻ്റെ മെട്ട് ഇട്ടിട്ട് 2, 3, 4 അട അതിൻ്റെ അടിയിൽ, ഈ പൂവിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മളെല്ലാം പ്രദക്ഷിണം വെച്ചിട്ട് വരുമ്പം ഇതൊന്നും വേണ്ട, മണിമുട്ടൊന്നും വേണ്ട, എന്നിട്ട് വന്നോളാം. അതിനാണ് കാമദേവൻ. അത് ചിലർ ചെയ്യുന്നവരുണ്ട്, നമ്മൾ കൊല്ലത്തിലും ചെയ്യല്.